Hello everyone, good morning. Hello. എല്ലാവരും ഇല്ലേ അവിടെ? Good morning, ma'am. Good morning, ma'am. അപ്പോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിനിന്റെ ഒരു സൂപ്പർ പവറിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി. കേട്ടിട്ടുണ്ടോ ന്യൂറോപ്ലാസ്റ്റിസിറ്റി? ന്യൂറോപ്ലാസ്റ്റിസിറ്റി കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ അതിനെ കുറിച്ച്? കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയുന്നു, മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും നമ്മുടെ ബ്രെയിനിലുള്ള ഒരു കഴിവാണ്, ഒരു സൂപ്പർ പവർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിനിനെ ഗ്രോ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു കഴിവുണ്ട്, ലൈഫ് ടൈം. അതായത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് അവർ ബ്രെയിൻ ടു ചേഞ്ച്, ഗ്രോ ആൻഡ് അഡാപ്റ്റ്. അതായത് പണ്ടത്തെ ഓൾഡ് റിസർച്ചേഴ്സ് ഒക്കെ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബ്രെയിൻ ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ ഫങ്ഷനിങ് ഒന്നും ചെയ്യാനായിട്ടുള്ള കാര്യം, അതിന്റെ വളർച്ച നിൽക്കുന്നുണ്ട് ഒരുപാട് പണ്ടത്തെ റിസർച്ചേഴ്സ് ഒക്കെ വിചാരിച്ചിരുന്നത്. പിന്നീടാണ് ബ്രെയിനിന്റെ കൂടുതൽ സ്റ്റഡീസ് ഒക്കെ വന്നപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺസിനെ പറ്റിയും അതിന്റെ കമ്മ്യൂണിക്കേഷനെ പറ്റിയും കണക്ഷനെ പറ്റിയും പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതോടു കൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു ഫീച്ചർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ് ശരിക്കും നമ്മളുടെ ബ്രെയിനില് എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മളുടെ ബ്രെയിനിൽ എന്താണ് നടക്കുന്നത് പറയാം. അതായത് നമ്മളുടെ എല്ലാവരുടെയും ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലെ, ഉണ്ടാക്കിയിട്ടുള്ളത് കോടാനുകൂടി സെല്ലുകൾ കൊണ്ടാണ് ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ചെറിയ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ അത്. അതുപോലെ ഈ സെല്ലുകൾ നമ്മുടെ ഈ ബ്രെയിനിലുള്ള സെല്ലുകൾ വിളിക്കുന്ന പേരാണ് ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഏകദേശം 86 ബില്യൺസ് ഓഫ് ന്യൂറോൺസുകൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ന്യൂറോൺസുകൾ ചുമ്മാ അവിടെ ഇങ്ങനെ ഇരിക്കുകയല്ല, ഈ ന്യൂറോൺസുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് ഒരു കണക്ഷൻ, അവിടെ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് ഒരു കണക്ഷൻ, അങ്ങനെ ഒരുപാട് ഒരു ന്യൂറോണിൽ നിന്ന് വേറെ കുറെ ന്യൂറോണുകളിലേക്ക് കണക്ഷൻ, അങ്ങനെ ഒരുപാട് കണക്ഷൻ ഒക്കെ ആയിട്ട് നിങ്ങളൊരു നെറ്റ്വർക്ക്, ഒരു ജംഗ്ഷൻ, ഒരു നെറ്റ്വർക്ക് പോലെ ഒരുപാട് കണക്ഷൻസും ന്യൂറോൺസും കണക്ഷൻസ് ഒക്കെ നമ്മളുടെ എല്ലാവരുടെയും ബ്രെയിനിലുണ്ട്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ പാസ് ചെയ്യണം, ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിൽ സിഗ്നൽ പാസ് ചെയ്യും. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഈ കണക്ഷനെ നമ്മൾ സിനാപ്സ് എന്നാണ് ആ ഒരു സയൻസിൽ ആ ഒരു ടേമിനെ പറയുന്നത്. ആ ഒരു കണക്ഷനെ നമ്മൾ സിനാപ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തൊരു കാര്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബ്രെയിൻ ആണ് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കുമ്പോഴോ ഫീൽ ചെയ്യുമ്പോഴോ ആക്ട് ചെയ്യുമ്പോഴോ ഒക്കെ എന്താണ് ഈ ന്യൂറോൺസുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഈ ന്യൂറോൺസുകൾ തമ്മിൽ ചിന്തിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഫീൽ ചെയ്യുമ്പോഴോ ആക്ട് ചെയ്യുമ്പോഴോ ഒക്കെ ഈ ന്യൂറോണുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഈ 86 ബില്യൺസ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഈ എല്ലാ ന്യൂറോണുകളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നല്ല പറയുന്നത്. ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ ഒരു കണക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. നമ്മളൊരു കാര്യം ചിന്തിക്കണം നേരിട്ട്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്, അപ്പോഴും ഒരു പ്രത്യേക ഒരു കൂട്ടം, ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ന്യൂറോൺസുകൾ തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇനി നമ്മൾ വേറൊരു കാര്യം ചെയ്യുമ്പോഴോ വേറൊരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഇനി നമ്മൾ മുമ്പ് ചെയ്ത കാര്യം വീണ്ടും ചെയ്യുമ്പോൾ അപ്പൊ ആദ്യം ഉണ്ടായ സെറ്റ് ഓഫ് ന്യൂറോണുകൾ ഉണ്ടായിരുന്നു, കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു കണക്ഷൻ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഒരു ന്യൂറോണുകൾ തന്നെയായിട്ടായിരിക്കും വീണ്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പൊ നമ്മൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻ റിപ്പീറ്റ് ചെയ്യും അല്ലെ. കമ്മ്യൂണിക്കേഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു
അവിടെ ഒരു പാത്ത് ഉണ്ടാവുന്നു, ന്യൂറൽ പാത്ത് വേ എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയാം. ഇപ്പൊ നമ്മളൊരു പുതിയ കാര്യം ചിന്തിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ആ കാര്യം വീണ്ടും ആ സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ തന്നെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പൊ നമ്മൾ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും, ഒരു കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സിഗ്നൽസ് പാസ് ചെയ്യുന്ന പറയാം. അപ്പൊ ഇത് നമ്മൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി, എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ആ ഒരു കണക്ഷൻ, ആ ഒരു പാത്ത് സ്ട്രോങ് ആവും, ന്യൂറൽ പാത്ത് വേ എന്ന് പറയുന്നത് അത് സ്ട്രോങ് ആവും എന്ന് പറഞ്ഞല്ലേ. ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു അനലോഗി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ ഒരു നിറയെ പുല്ലുള്ള ഒരു വഴി കൂടെ നമ്മൾ നടക്കാൻ പോലും, അപ്പൊ നമ്മൾക്ക് തുടക്കത്തിലൊക്കെ ആ വഴി കൂടെ നടക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, പുല്ലൊക്കെ നിറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ നടക്കണം, അങ്ങനെ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും നമ്മൾ ആ വഴി കൂടെ തന്നെ ആ നടക്കുമ്പോ ആ പുല്ലൊക്കെ അവിടെ നിന്ന് പോയിട്ട് അവിടെ ഒരു പാത്ത് ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ, അവിടെ ഒരു വഴിയായിട്ടുണ്ടാവും. നമ്മൾ ദിവസേന നമ്മൾ അതിൽ കൂടെ നടക്കുമ്പോൾ, ഇനി നമ്മൾ ആ വഴി കൂടെ നടക്കാണ്ടിരിക്കുമ്പോഴോ ആ ഒരു പാത്ത് ഇങ്ങനെ വീക്കായി വരും, അതായത് വീണ്ടും പഴയ പോലെ ഇങ്ങനെ പുല്ല് വരാൻ തുടങ്ങും. അതേപോലെയാണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രവർത്തിക്കുമ്പോഴും ഒക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് വേ സ്ട്രോങ് ആവും. ഇനി നമ്മൾ ആ കാര്യം ചെയ്തില്ലെങ്കിൽ, നമ്മൾ ആ കാര്യം ചെയ്യണില്ല, ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു പാത്ത് വേ ഇങ്ങനെ വീക്കായി വരും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിലൊക്കെ ഹാബിറ്റുകളൊക്കെ ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് സ്ട്രോങ് ആവും, ചെയ്യാതിരിക്കുമ്പോൾ അത് വീക്കായി വരും. അപ്പൊ ഇതാണ് ശരിക്കും പറയുന്ന ആ ഒരു പ്ലാസ്റ്റിസിറ്റിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഈ പ്ലാസ്റ്റിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ബ്രെയിനിന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഇത് പറയണെങ്കിൽ, ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ ഒരു ചിന്തകൾ നമുക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തോട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേസോ എന്തെങ്കിലും ഓർമ്മകൾ നമ്മളെപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അത് ചിന്തിക്കുന്തോറും ആ സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആവണം. നമ്മൾക്ക് ആ ഒരു ചിന്ത കൂടണം, നമ്മളുടെ അസ്വസ്ഥതകൾ കൂടണം. നേരെ മറിച്ച് നമ്മൾ ആ ഒരു തോട്ട് വരുമ്പോൾ നമുക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യണം. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ആ ഒരു ചിന്ത വരുമ്പോൾ വേറെ കാര്യങ്ങൾ മനഃപൂർവ്വം കോൺഷ്യസ്ലി നമ്മൾ ചെയ്തിട്ട് നമ്മൾ അത് വേറൊരു ഇതിലേക്ക് പോകുന്ന ചിന്ത നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾ ആ ഒരു ചിന്തനെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാല് ആ ഒരു തോട്ട് നമ്മൾക്ക് ആ ഒരു പാത്വേ, ആ സെറ്റ് ഓഫ് ന്യൂറോണുകൾ തമ്മിലുള്ള പാത്വേ ഇങ്ങനെ വീക്കായി വരും, നമ്മൾ ചിന്തിക്കാണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട വിധത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ബ്രെയിനിൽ നമ്മളുടെ കഴിവിനെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ ഒരു ഹാബിറ്റ്, നല്ലൊരു പുതിയ ഹാബിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കണക്ഷൻ വരും. ഒരു കാര്യം നമ്മൾ ചെയ്യണം, നാളെ മുതൽ നേരത്തെ എഴുന്നേക്കണം, വേറെ എന്തെങ്കിലും, അപ്പൊ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവണം. പിന്നെ നമ്മൾ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആയിട്ട് അത് നമ്മൾക്കൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ഒരു ബാഡ് ഹാബിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസുകൾ തമ്മിലുള്ള കണക്ഷനെ നമുക്ക് വീക്കാക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യണം, ഇത് നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് നമ്മളത് ചിന്തിക്കുന്നില്ല, കാര്യം പ്രവർത്തിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ബ്രെയിൻ അതിൽ നിന്ന് എടുത്ത് കളയണം. ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, ഇപ്പോ നമ്മളൊരു തോട്ടത്തില് ഒരുപാട് ചെടികളുണ്ട്. അപ്പൊ നമ്മൾ ആ ചെടികളുണ്ട്, അതിന്റെ ഇടയിൽ കളകളും ഉണ്ടാവും അല്ലെ, നമുക്ക് ആവശ്യമില്ലാത്ത കളകളും അതിന്റെ ഇടയിൽ വളർന്നു വരും. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾക്ക് ആ ചെടികൾ അതിന് വെള്ളം വളർത്തി കൊടുക്കും, കളകളെ നമുക്ക് ആവശ്യമില്ല, നമ്മൾ അതിന് പറിച്ച് കളയുന്നില്ലേ. അതുപോലെ ഒരു ഫംഗ്ഷനിങ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ചിന്തിക്കാതിരിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കാതിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം, ചെയ്യാതെ നമ്മൾ ഇരിക്കുന്ന കാര്യത്തിന് ബ്രെയിൻ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും, ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ബ്രെയിനിലെ മൈക്രോബിയൽ സെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു CI2 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ ഒക്കെയാണ്. അതൊക്കെ ഇത് ഐഡന്റിഫൈ ചെയ്യണ ഇത് കാര്യം, എന്നിട്ട് നമ്മളെ ബ്രെയിൻ അത് എടുത്ത് കളയണം.
നമ്മളുടെ ആ ഒരു ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അതിനെ റിമൂവ് ആക്കാൻ പറ്റും. ഇതിന് സിനാപ്റ്റിക് പ്രൂണിംഗ് എന്നാണ് പറയാ കേട്ടോ. ആ ഒരു കണക്ഷന് നമ്മൾ ചെയ്യാതെ കൊണ്ടുവരണം. ആ ഒരു കണക്ഷനെ ഒടുവിൽ ബ്രെയിൻ എടുത്ത് കളയണം, ആ ഒരു പാത്വേ എടുത്ത് കളയണം. സിനാപ്റ്റിക് പ്രൂണിംഗ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പോ ഇതാണ് ആക്ച്വലി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ ഇതാണ്. അതായത് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനും ഗ്രോ ചെയ്യാനും ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മുടെ റിപ്പീറ്റേഷൻ ആണ് ഇതിന്റെ മെയിൻ. റിപ്പീറ്റേഷനിൽ കൂടെ നമുക്ക് കണക്ഷൻസ് സ്ട്രോങ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു കാര്യം സ്ട്രോങ് ആക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അതിനെ വീക്കാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ ന്യൂറോൺസിന്റെ സംഭവം മനസ്സിലാക്കി ഒരു പിക്ചർ കാണിക്കാം. ഇതാണ് അതിന്റെ ഇതൊരു ChatGPT എടുത്തിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നു. ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഇതാണ് ന്യൂറോൺസ്. ന്യൂറോൺ പറയുന്ന സ്റ്റാർ പോലെ ഇതുപോലെ 86 ബില്യൺസോ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? ഹലോ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇതാണ് ആ ന്യൂറോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആ സ്റ്റാർ പോലെ ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലെ 86 ബില്യൺസ് ഓഫ് ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ട്. ഈ ന്യൂറോണുകൾ തമ്മിൽ കണ്ടില്ല, അവിടെ ഒരു ഡെൻഡ്രൈറ്റ് എന്നാണ് ആ ഒരു എൻഡ് ആയിട്ടുള്ള ആ ഒരു ബ്രാഞ്ച് പോലുള്ള ഭാഗമില്ല. ഈ കണക്ഷൻസ് ഉണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞത് അല്ലെ. പല പല ന്യൂറോണുകളിലേക്ക് നമ്മൾ ഇങ്ങനെ കണക്ഷൻസ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പല കണക്ഷൻസ് പാത്വേ അവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു അനങ്ങാതിരിക്കുന്ന ഒരു മെഷീൻ അല്ലേ? അത് നമ്മുടെ ബ്രെയിൻ ഒരു പൂന്തോട്ടാണെന്ന് വിചാരിക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് വളം ഇട്ട് കൊടുക്കുമ്പോൾ അത് വളർന്ന് അതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അതായത് പുതിയ ന്യൂറോൺസ് ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാവുക, ഇതൊക്കെ ലൈഫ് ടൈം ഉള്ള ഒരു ബ്രെയിനിന്റെ ഫീച്ചറാണ്. ഇതിന് വയസ്സൊന്നും ബാധിക്കില്ല. ഇപ്പൊ ഒരു 5 വയസ്സായിക്കോട്ടെ, 75 വയസ്സായിക്കോട്ടെ, നമ്മുടെ ബ്രെയിനില് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനും കഴിയും. അതിനുള്ള പ്രാക്ടീസ് അഥവാ അതിന്റെ റിപ്പീറ്റേഷൻ ഉണ്ടാവണമെന്ന് മാത്രം. ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് 5 വയസ്സിലുള്ള ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി വളരെ സ്ട്രോങ് ആയിരിക്കും. കണക്ഷൻസ് ചെറിയ പ്രായത്തിലൊക്കെ പെട്ടെന്ന്, കുട്ടികളിലൊക്കെ പെട്ടെന്ന് കണക്ഷൻസ് സ്ട്രോങ് ആവുമെന്നാണ് പറയുന്നത്. എന്നാല് പ്രായമാകുമ്പോൾ കുറച്ച് എഫേർട്ട് എടുക്കണം, കുറച്ച് ട്രൈ ചെയ്യുമ്പോഴാണ്, അതിൽ കുറച്ച് എഫേർട്ട് ഇടുമ്പോഴാണ് ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ആ ഒരു പുതിയ കണക്ഷൻസ് ഉണ്ടാവുന്നതും സ്ട്രോങ് ആണതൊക്കെ. ഇപ്പോ ആദ്യമായിട്ട് ഒരു കാർ ഓടിക്കുന്ന ഒരു ആളെങ്കിൽ ആള് എന്തായാലും ഭയങ്കര ശ്രദ്ധിച്ച് ഗിയറൊക്കെ മാറ്റി, ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ ശ്രദ്ധിച്ചായിട്ട് ആയിരിക്കില്ലേ ഓടിക്കുക തുടക്കത്തിലൊക്കെ ഓടിക്കുന്നത്. എന്നാൽ അത് കുറച്ച് നാളാൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ ഒരു കാർ ഓടിക്കാന്നുള്ള ഒരു സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് മാറും അല്ലെ, ഭയങ്കര ഈസി ആയിട്ട് മാറും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ന്യൂറൽ പാത്വേ സ്ട്രോങ് ആവുന്നതുകൊണ്ടാണ് അത് പിന്നെ ഭയങ്കര ഈസി ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഹാബിറ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു ഗുണം, അതായത് നമ്മളൊരു പുതിയ കണക്ഷൻ, ഒരു പുതിയ കാര്യം ചെയ്യുക, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ കാര്യം, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ കാര്യം ചെയ്യുക, പുതിയൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി നല്ലൊരു ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് കാലിനൊരു ഇത് വന്ന്, ഒരു മുറിവ് ഇഞ്ചുറി വന്ന്, എന്നിട്ട് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പൊ കളിയൊക്കെ നിർത്തി 1 മന്ത് റെസ്റ്റ് ആയിട്ട് ഇരിക്കണം, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കണം. അപ്പൊ അവനിങ്ങനെ വീട്ടിൽ റൂബിക്സ് ക്യൂബ് കാണണം. അപ്പൊ അവനത് എടുത്തിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പിന്നെ അവനത് ഇങ്ങനെ വെറുതെ ഇരിക്കണല്ലോ, ബെഡ്മിൽ വെറുതെ കിടക്കണം. അപ്പൊ അത് വീണ്ടും ട്രൈ ചെയ്ത് എന്താണ് അവനത് സോൾവ് ചെയ്യണം. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ചെയ്തപ്പോ അവനക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് വന്നു. പിന്നീട് അവൻ എന്ത് ചെയ്യണം, കുറെ പസിൽസും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോ ആ പ്ലാസ്റ്റർ ഒക്കെ റിമൂവ് ചെയ്ത് അവന് പുറത്ത് വന്നപ്പോ അവനൊരു പുതിയ മനുഷ്യനായി എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും പിന്നീട് അവനക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റി. എന്താണ് കാരണം എന്താണ്, അവിടെ എന്താണ് ആ റൂമിൽ റൂബിക്സ് ക്യൂബും പസിൽസ് ഒക്കെ സോൾവ് ചെയ്ത് ഒരുപാട്
പുതിയ ന്യൂറൽ കണക്ഷൻസ്, വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ന്യൂറൽ കണക്ഷൻസ് ബ്രെയിനിൽ ഉണ്ടാക്കിയപ്പോഴാണ് അവന് എന്താണ് പുതിയ കാര്യങ്ങൾ അവനക്ക് പിന്നീട് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ടും സ്പീഡിലൊക്കെ അവന്റെ ഈവൻ ഫുട്ബോളിൽ പോലും അവന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതുപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ രീതിയിലാണ് അതിന്റെ ഫംഗ്ഷനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താണ് ഇങ്ങനെ ഒരു പുതിയ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ പുതിയ കണക്ഷൻസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് എന്താണ് വെച്ചാല്, ഇപ്പൊ നമ്മൾക്ക് ഏജ് ഒക്കെ ആകുമ്പോഴായാലും നമുക്ക് മറവി ഉണ്ടാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ, അതിന് ഡിമെൻഷ്യ എന്ന് പറയാം. പിന്നെ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ ചുരുങ്ങി എന്തായാലും വരും. ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇതുപോലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ കണക്ഷൻസ് ഉണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ മസ്തിഷ്കത്തിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മുടെ ബ്രെയിനിൽ കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടു. അതായത് നമ്മൾക്ക് ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞുള്ള ആ ഒരു ഫീച്ചറിനെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ബ്രെയിൻ ഒരു പണിയില്ലാണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലതരത്തിലുള്ള ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ നമ്മുടെ മസ്തിഷ്കത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ പഠിക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ അതൊന്നും പ്രശ്നമില്ല. അപ്പൊ 40 വയസ്സായിക്കോട്ടെ, 50 വയസ്സായിക്കോട്ടെ, ഇപ്പോഴും നമുക്ക് പഠിക്കാനും വളരാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ അന്ന് നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ പഠിക്കും. അപ്പൊ കുറച്ച് എഫേർട്ട് ഉണ്ടെന്ന് മാത്രം. ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് എഫേർട്ട് ഉണ്ടെന്ന് മാത്രം. പക്ഷെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. ഇപ്പൊ നമ്മളെ കൊണ്ട് കഴിയൂല, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മളെ കൊണ്ട് കഴിയൂല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, അപ്പോഴും അവിടെ എന്താണ് ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാവണം, ഒരു ബ്രെയിനിലെ ന്യൂറോൺസുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. നമ്മുടെ ആ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും അത് ചിന്തിക്കുമ്പോഴും ആ കണക്ഷൻ സ്ട്രോങ് ആയി വന്ന് പിന്നെ നമുക്ക് കഴിയില്ല, നമ്മളത് ചെയ്യുകയില്ല. അപ്പൊ എന്തെങ്കിലും എത്ര ഏജ് ആയാലും പുതിയ കാര്യം പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിനിന് ഭയങ്കര നല്ലതാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ആയാലും വീട്ടിലിപ്പോ വയസ്സായൊരു പ്രായമായൊരു ഉമ്മ വാപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് അത് ചെയ്യേണ്ടമായിട്ട് എന്തും ചെയ്തോളാം, അത് നിങ്ങൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരെ വെറുതെ ഇങ്ങനെ അവിടെ ഇരുത്തും. പക്ഷെ നമ്മളത് ചെയ്യുന്നത് ഭയങ്കര നമ്മൾ അവരുടെ ആ ഒരു ബ്രെയിൻ ഗ്രോ ഉണ്ടാവണമെങ്കിലും അവരുടെ പുതിയ കണക്ഷൻസ് ഉണ്ടാവണമെങ്കിൽ അവരുടെ ബ്രെയിന് നല്ല ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഓർമ്മശക്തി അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരും എന്താണ് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ അവരെ വിടണം. ഇപ്പൊ ചെറിയ കുട്ടികളായിട്ട് എന്തെങ്കിലും ഗെയിമുകൾ കളിക്കുക വീട്ടിലുള്ള, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അവർക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അവര് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുക. വയസ്സായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അവരെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കും. അതുപോലെ പല കുട്ടികൾക്കും ഇപ്പൊ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ കുട്ടികളായാലും വലിയവരായാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുള്ള കുട്ടീനേക്കാളും ബെറ്റർ ആയിട്ട് ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു കുട്ടിക്ക് വരാൻ പറ്റും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടി ചിലപ്പോൾ ആ ജന്മസിദ്ധമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുള്ള ഒരു സ്കില്ലുള്ള കുട്ടി ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും ചെയ്യാണ്ട്. പക്ഷെ ഈ കുട്ടി എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു കണക്ഷൻ പാത്വേ സ്ട്രോങ് ആയിട്ട് ആ കുട്ടിക്ക് വളരെ നന്നായിട്ട് മറ്റേ കുട്ടികളെക്കാളും പെർഫോം ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ഹോബീസിലൊക്കെ ഏർപ്പെടാം. ഡ്രോയിങ്, ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിത്രം വരയ്ക്കുക, ക്രാഫ്റ്റുകൾ ചെയ്യുക, കഥ വായിക്കുക, അങ്ങനെ എന്തായിക്കോട്ടെ നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും നമ്മൾ ഓരോ കണക്ഷൻസ്, ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാനും സാധിക്കും. ശരിക്കും നമ്മുടെ ബ്രെയിന് വളരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്തായാലും നമ്മുടെ ബ്രെയിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു കഴിവുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക നമ്മുടെ ലൈഫിൽ. അപ്പൊ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോ ഈ ഡിസ്ലെക്സിയ, അതെ, ADHD ഒക്കെ അങ്ങനത്തെ ഒക്കെ ലേണിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ,
അവരിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസുകൾ കൊടുത്തിട്ട് അവർക്ക് അവരുടെ മസ്തിഷ്കത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുന്നുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ടിൽ കൂടെ അവർക്കും നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമുക്കുള്ള ആ ഒരു കഴിവ്, അതിന് ഞാൻ പറഞ്ഞു, അത് നമ്മൾക്ക് ഏജ് ആവുന്നോറും ആ ഒരു ന്യൂറൽ പാത്വേ സ്ട്രോങ് ആക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇതിങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ നമ്മൾക്ക് എങ്ങനെ അതിനെ എപ്പോഴും അത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴിവിനെ എപ്പോഴും നമുക്ക് നിലനിർത്തി നമ്മൾക്ക് അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ള അതിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്റെ വീട്ടിൽ കറണ്ട് പോയിട്ടാ. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോ ഇപ്പോ ഓഫായി പോയി, ഞാൻ പിന്നെ വീഡിയോ പിന്നെ ഇരുട്ടായി. എങ്ങനെയൊക്കെയാണ് നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴിവിനെ മെച്ചപ്പെടുത്താൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേണിംഗ് ന്യൂ സ്കിൽസ്, പുതിയ സ്കില്ലുകളൊക്കെ പഠിക്കാന്നുള്ളത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കാണ്ട് നമ്മൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതായിക്കോട്ടെ, നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളുടെ ഇതിൽ വന്ന അബ്ദുൽ ലത്തീഫ് സാർ ഇല്ല അല്ലെ, സാർ ഇന്ന് വന്നിട്ടില്ല. സാറൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ. ആള് റിട്ടയർഡ് ആയി, ഏജ്ഡ് ആയിട്ടും ആൾക്ക് ഓരോന്ന് പഠിക്കാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിന് ഉള്ള ആ ഒരു ആളങ്ങനത്തെ ഉള്ള ഉണ്ടായത് കൊണ്ടുള്ള ആ ഒരു ഗുണങ്ങൾ അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടാവും അത്. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു മാതൃകയാണ് ആളെന്ന് പറയുന്നത്. ഇത്രയും ഏജ്ഡ് ആയിട്ടും ആള് കാണിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ഇതൊക്കെ. അപ്പൊ പുതിയ സ്കില്ലുകൾ നമ്മൾ ലൈഫ് ലോങ് പഠിക്കുക എന്നുള്ളത് ആണ്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ് ഇൻ ഫിസിക്കൽ എക്സസൈസ്. ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ നമ്മൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട്, നമ്മുടെ ആ ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു കഴിവുണ്ടെന്ന് പറഞ്ഞത്, അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ലേൺ ന്യൂ സ്കിൽസ്. പുതിയ എന്തെങ്കിലും സ്കില്ലുകളൊക്കെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ ഒരു അറിയാത്ത ഭാഷയൊക്കെ പഠിക്കണതൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ പസിൽസ്, നമ്മുടെ ബ്രെയിനിന് കുറച്ച് എഫേർട്ടായിട്ടുള്ള കുറച്ച് പണികളൊക്കെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. മെഡിറ്റേഷൻ ഭയങ്കര ഒരു ഇതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അതായത് സ്ട്രെസ് കുറയ്ക്കും. നമ്മുടെ ബ്രെയിനിൽ സ്ട്രെസ് കുറയ്ക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മളിപ്പോ നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, അതൊക്കെ ഭയങ്കര ബെറ്റർ ആണ്. നമ്മളുടെ ഡെയിലി ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ ഒക്കെ. പിന്നെ ക്വാളിറ്റി സ്ലീപ്പ്, നല്ല സ്ലീപ്പ് ഉണ്ടാവുക എന്നുള്ളത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഡോപ്റ്റ് ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകളൊക്കെ അഡോപ്റ്റ് ചെയ്യാന്നുള്ളത് ഞാനൊരു ബുക്കിൽ വായിച്ചതായിരുന്നു കേട്ടോ. ആ ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ആ ഒരു ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകളെ കുറിച്ച് വായിച്ചപ്പോൾ അതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ്സ് ഫിഷുകളിലൊക്കെ കൂടുതൽ നമ്മുടെ മത്തി, ചാളാമത്തി എന്നൊക്കെ പറയും, അതിലൊക്കെയാണല്ലോ ഇത് അത് കഴിക്കുന്നത്, omega-3 കഴിക്കുന്നത്. പിന്നെ നട്ട്സുകൾ കഴിക്കുന്നത്, പിന്നെ മഞ്ഞള് കഴിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ കുട്ടികൾക്കായാലും നമ്മൾ പാലൊക്കെ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു നുള്ള് നല്ല മഞ്ഞൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴിവിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പിന്നെ നമ്മൾ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള തോട്ടുകൾ കുറച്ചിട്ട് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളെപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നുക അല്ലെ. പുതിയൊരു സ്കില്ല് പഠിക്കണമെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അപ്പൊ അതൊക്കെ ശരിക്കും എത്ര ഏജ് ആയാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ നമ്മൾക്ക് നല്ല ഒരു ഇതില് ഇതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള
സംഭവങ്ങൾ എന്ന് പറയുന്നത് പുതിയ സ്കില്ലുകൾ പഠിക്കുക, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാവുക, ഹെൽത്തി ഡയറ്റ് ഉണ്ടാവുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മുടെ ടൈം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോ ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാട്ടാ. പിന്നെ ഇതിന്റെ കുറെ സംഭവങ്ങൾ ഇതിന്റെ സയന്റിഫിക് ആയിട്ട് ഇതിനെ പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ സയന്റിഫിക്കിന്റെ ഒക്കെ പറയാനുണ്ട്. ന്യൂറോൺസിന്റെ കണക്ഷനും സംഭവങ്ങളൊക്കെ അതൊരു വലിയൊരു ഏരിയയാണ്. Hi, ma'am. ഹായ്, Good morning. ഗുഡ് മോർണിംഗ് First of all, വലിയൊരു ടോപ്പിക്കിനെ ചെറിയൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ വളരെ നന്നായിട്ട് പറഞ്ഞു തന്നതിന് വലിയൊരു താങ്ക്സ്. താങ്ക് യു. പിന്നെ മാം പറഞ്ഞൊരു പോയിന്റിൽ ഒന്ന് എൻഗേജ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പറഞ്ഞല്ലോ. അതെ. മെഡിറ്റേഷന് വരുന്ന ആൾക്കാരിൽ ഇപ്പൊ ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ ബാഡ് ഹാബിറ്റ് പലതും ഉണ്ടാവാം. ചില ആൾ പുതിയ ഹാബിറ്റ് പഠിക്കാനായിരിക്കും വരുന്നുണ്ടാവുക. അതില് രീതിയിൽ അവർക്ക് എന്താണോ വേണ്ടുന്നത് അതിൽ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത് നമുക്കിപ്പോ അപ് സ്കിൽ ചെയ്യാനാണെങ്കിലും ഇനി നമ്മൾ ബെറ്റർ പേഴ്സൺ ആക്കുകയാണെങ്കിലും വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ ക്ലാസ് ഒരുപാട് താങ്ക് യു മാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ആർക്കൊന്നും പറയാൻ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, ബൈ. അപ്പൊ എല്ലാവരും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ഒരു നമ്മുടെ ആ ബ്രെയിനിന്റെ സൂപ്പർ പവർ മാക്സിമം ഉപയോഗിക്കുക. താങ്ക് യു.